പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. 2 തരത്തിലുള്ള സുരക്ഷാ വീഴ്ച കാശ്മീരിലുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ സേനയ്ക്ക് 2 ഘട്ടങ്ങളിൽ പോരായ്മയുണ്ടായി. ഭീകരവാദികൾ കടന്നുവരാൻ സാധ്യതയുള്ള സ്ഥലമായിട്ടും അത് തടയുവാനുള്ള നീക്കമുണ്ടായില്ല. ഭീകരവാദികൾ സമയമെടുത്ത് ജാതി ചോദിച്ച് കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെട്ടു. 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും സൈന്യം അക്രമം നടന്ന സ്ഥലത്തെത്താൻ 1 മണിക്കൂറിലധികം എടുത്തു. സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരാജയപ്പെട്ടു. കാശ്മീരിൽ പൂർണ്ണ സുരക്ഷ എന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിന്റെ ദയനീയമായ തകർച്ചയാണുണ്ടായത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം രാജ്യത്തിനകത്ത് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ സ്പർദ്ധ വളർത്താനുള്ള വർഗീയ നീക്കമാകരുത് എന്നും MA ബേബി പറഞ്ഞു. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും പറയേണ്ട ഒരു കാര്യം 2 കാര്യമുണ്ട്. എനിക്ക് 2 കാര്യം പറയാമെന്ന് തോന്നുന്നു ചുരുക്കത്തിൽ. ഒന്ന്, ഏപ്രിൽ 22 പുൽവാമയിൽ ഉണ്ടായ അത്യന്തം ദാരുണവും അത്യന്തം സ്തോഭജനകവുമായ ഒരു കൂട്ടം തീവ്രവാദികളുടെ ഭീകര പ്രവർത്തനവും നിഷ്കളങ്കരായ 26 പേരെ കൊന്നൊടുക്കിയ ക്രൂരകൃത്യവും ഭീകര പ്രവൃത്തിയുമാണ്. അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ. ഇതിൽ ആ ഭീകരവാദികളുടെ പ്രവർത്തനത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർത്തു, അപലപിച്ചു. ഭീകരവാദം അമർച്ച ചെയ്യാൻ വേണ്ടി ഉചിതമായ നടപടിയെടുക്കാം. ഇന്നിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ ആശ്രയിക്കുകയേ മാർഗമുള്ളൂ. ആ ഗവൺമെൻറ്റിന് ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ട നടപടിയെടുക്കാം. എന്നാൽ ആ ഭീകരവാദ പ്രവർത്തനത്തെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആർക്കെങ്കിലും എതിരായിട്ട് സ്പർദ്ധ വളർത്താൻ, ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്കെതിരായി വർഗീയ പ്രചരണം നടത്താൻ ദുരുപയോഗപ്പെട്ടുകൂടാ, ദുരുപയോഗിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഈ കാര്യങ്ങളാണ് CPIM ആ സംഭവത്തെ തുടർന്ന് പറഞ്ഞത്. അതിനുശേഷം സർവകക്ഷി യോഗം നടന്നപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഈ ആക്രമണം നടത്തിയവർ അവർ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് 2 ഘട്ടത്തിൽ പോരായ്മയുണ്ടായി. ഒന്ന്, ഭീകരവാദം കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ജമ്മു കാശ്മീർ. ഇപ്പം ജമ്മു കാശ്മീരിൽ ഉമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടെങ്കിലും അത് കേന്ദ്രഭരണ പ്രദേശമാണ്. ജമ്മു കാശ്മീരിലെ പോലീസിനടക്കം നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് സൈന്യം, അതിർത്തി രക്ഷാ സേന, BSF. അപ്പം നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെയാണ് ഫലത്തിൽ ജമ്മു കാശ്മീരിൻ്റെ ഭരണം നടത്തുന്നത്. എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല? സുരക്ഷാ വീഴ്ച ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരും. ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാര്യം അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. വെടിനിർത്തലാണ് തൽക്കാലം ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായി പറയുന്ന ഇത് ഔചിത്യപൂർവമായിരിക്കില്ല. രണ്ടാമത്തെ വിഷയം, ഇവർ വെടിയേറ്റ് 26 പേരെ ഒന്നൊന്നായി അവരെ ചോദ്യം ചെയ്ത് അവരുടെ മതം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ട് കൊല്ലുകയാണ്. സാധാരണ ഇതിൽ ഭീകരാക്രമണം വന്ന് കുറച്ചുപേരെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുകയാണ്. ഇത് ആളുകളെ വിളിച്ചുകൂട്ടി നിർത്തി ചോദിച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണെന്നെല്ലാം ചോദിച്ച് വർഗീയ വിഭജനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകരവാദികൾ സമയമെടുത്ത് ഈ കൊലപാതകം മുഴുവൻ പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് അവർ രക്ഷപ്പെടുന്നു. അവരൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം 2ാമത്തെ സുരക്ഷാ വീഴ്ചയാണ്. അവിടുത്തെ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ട സുരക്ഷ ഒരുക്കുവാൻ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും പരാജയപ്പെട്ടു. ഈ ഭീകരകൃത്യം, 26 പേരെ വെടിവെച്ച് കൊല്ലുന്ന ഭീകരത, അത് പൂർത്തീകരിച്ചിട്ട് അവർ സുഖമായിട്ട് രക്ഷപ്പെടുകയാണ്. അതിർത്തി 100 കിലോമീറ്ററോ മറ്റോ വരും. ഈ വെടിവെയ്പ്പ് നടന്നു കഴിഞ്ഞിട്ട് 7 കിലോമീറ്ററാണ് പുൽവാമ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പട്ടണത്തിൽ നിന്നും ഇവർ വിനോദസഞ്ചാരാർത്ഥം യാത്ര ചെയ്യുന്ന ബട്സാരത്ത് എന്ന് പറയുന്ന സ്ഥലം 7 കിലോമീറ്ററാണ്. ഘട്ട് ഏരിയയാണ്.
പക്ഷെ ആ 7 കിലോമീറ്റർ 1 മണിക്കൂറിലധികം സമയമെടുത്തിട്ടാണ് ഈ 7 കിലോമീറ്റർ സുരക്ഷാ സേന സഞ്ചരിക്കാനെടുത്തത്. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ഭരണമാണ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? രാജ്നാഥ് സിംഗും അമിത്ഷായും എല്ലാം ഭരണം നേരിട്ട് കേന്ദ്രം ഏറ്റെടുത്തു ജമ്മു കാശ്മീർ. അതിനുശേഷം അവകാശപ്പെട്ടത് എന്താണ്? എല്ലാതരം ഭീകരതയും ഞങ്ങൾ അമർച്ച ചെയ്ത് കഴിഞ്ഞു, പൂർണ്ണ സുരക്ഷിതത്വം ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നടത്തിയ ഇടപെടൽ പൂർണ്ണ വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നേക്കുമെന്ന് കരുതി വിനോദസഞ്ചാരികൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണ്ടേ? സവിശേഷമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണ്ടേ? അതിലുള്ള പരാജയം മാത്രമാണോ ഈ ഭീകരർ ആക്രമണം നടത്തിയതിനു ശേഷം അവർക്ക് ഇന്ത്യ വിട്ടുപോകാൻ, പാക് അധിനിവേശ കാശ്മീരിലേക്കോ പാകിസ്ഥാനിലേക്കോ അതിന് രക്ഷപ്പെട്ടു പോകാനും കഴിഞ്ഞത് ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിൻ്റെ ദയനീയമായ തകർച്ചയുടെ ഫലമായിട്ടാണ്? ഇതെല്ലാം നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നില്ല. അതിന് നമുക്ക് ചർച്ച ചെയ്യാൻ ഇനിയും സമയമുണ്ടാവും. CPIM പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണം. ഈ അസാധാരണമായ സാഹചര്യത്തെക്കുറിച്ച് രാജ്യത്തിനുള്ളിൽ ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടി വസ്തുതകൾ ജനപ്രതിനിധികളോട് പറയണം. സുരക്ഷാപരമായ കാരണങ്ങളാൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയണമെന്നില്ല. പക്ഷെ പ്രത്യേക സമ്മേളനം ആവശ്യമാണ്. അപ്പോൾ പ്രത്യേക സമ്മേളനം നടത്തുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിദേശത്തേക്ക് അയക്കുകയാണ്. ഇതുപോലൊരു സാഹചര്യത്തിൽ വിദേശത്തേക്ക് വിവിധ പാർട്ടികളുടെ പ്രതിനിധികളെ അയക്കുമ്പോൾ CPM-ന്റെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലെ നേതാവാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോകാമോ? പോകുന്നതിന് എതിർപ്പില്ല എന്ന നിലപാട് പാർട്ടി എടുത്തു. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ മുൻഗണനയിലാണോ ചെയ്യുന്നത്? അല്ല. 2 സർവകക്ഷി യോഗം നടന്നപ്പോഴും ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലുണ്ട്, പക്ഷെ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടില്ല. ഒരു സർവകക്ഷി യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാത്ത നരേന്ദ്രമോദി ബീഹാറിൽ പോയി പ്രസംഗിക്കുകയാണ്. കാര്യം നവംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമോ അത് ചർച്ച ചെയ്യാൻ കൂടുന്ന സർവകക്ഷി യോഗമോ അല്ല. ബീഹാറിൽ പോയിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ ഈ സംഭവവികാസമൊക്കെ ഉണ്ടായതിനു ശേഷം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നടപടി ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിമാരോടൊരു സംഭാഷണം അദ്ദേഹം നടത്തി. ആരോടാ? ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരോടല്ല, ഇല്ല, BJP-ക്കാരായ മുഖ്യമന്ത്രിമാരോട്, BJP-യോടൊപ്പം മുന്നണിയായി നിൽക്കുന്ന NDA-യിൽപ്പെട്ട മുഖ്യമന്ത്രിമാരോട്. എന്താ BJP മുഖ്യമന്ത്രിമാരുടെ സംസ്ഥാനവും BJP-യുമായി മുന്നണിയുള്ള NDA-യുടെ ആളുകൾ മുഖ്യമന്ത്രിമാരായിട്ടിരിക്കുന്ന സംസ്ഥാനവും മാത്രമേ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളൂ? ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യക്ക് പുറത്താണോ മിസ്റ്റർ നരേന്ദ്രമോദി? വളരെ വിവേചനപരമായ സമീപനം, രാഷ്ട്രീയമായി ജനാധിപത്യ തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമീപനം ഉണ്ടാവുന്നില്ല ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളിൽ പോയി ഈ ഭീകരവാദത്തിനെതിരായി ഇന്ത്യ ഉറച്ച നിലപാടാണ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള വിവിധ പാർട്ടികളുടെ പ്രതിനിധികളടങ്ങുന്ന വിദഗ്ധന്മാരടങ്ങുന്ന പ്രതിനിധി സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ CPIM-ന് തടസ്സമില്ല എന്ന് അവരെ അറിയിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ആളുകളെ തീരുമാനിക്കുന്ന കാര്യത്തിലുമെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഗൗരവക്കുറവുണ്ട്. ഓരോ പാർട്ടിക്കും ഇത്ര പ്രതിനിധികളെയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്നുകിൽ നിങ്ങൾ ആ ആളുകളെ ആര് വേണം നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോകേണ്ടത് നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ പറയാം ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ഇന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ തന്നെ മതിയോ അതോ അവർക്ക് പകരം വേറെ ആരെങ്കിലും വേണോ എന്ന് ചോദിക്കാം. അതൊന്നുമല്ല, ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിൽ ഈ വിഷയം അവർ കൈകാര്യം ചെയ്യുന്ന സമീപനവും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസും BJP-യും തമ്മിലുള്ള, കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.